ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എന്താണെന്നല്ലേ, ഈ ഒരു വീഡിയോയിൽ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ 4 എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദ, പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണും പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതിയും കൂടി ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണും പിന്നെ ഒരു നുള്ളും കൂടി ഉപ്പ്, ഇത്രയും കൂടി നല്ല പോലെ സീവ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കുന്നുണ്ട്, അതിലേക്ക് 4 എഗ്ഗ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഗ്ഗൊക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇടയ്ക്കായിട്ട് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 1/4 കപ്പ് അളവിൽ ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ, 1/4 കപ്പ്. അതും കൂടി ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനില്ലേ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത് ഇന്നൊരു ഡേ ആണ് കേട്ടോ. ഇത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, മക്കളുടെ ബർത്ത്ഡേസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും സ്പെഷ്യലായിരിക്കും, നമ്മൾ അത്രയും കാത്ത് നിന്നിട്ടുള്ളൊരു ദിവസമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് കേക്ക് ഫിനിഷ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആയ പിന്നെ അതിലേക്ക് 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടി പാലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതും ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇപ്രാവശ്യം ചോക്ലേറ്റ് കേക്ക് ആക്കാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കേക്കൊക്കെ ട്രൈ ചെയ്യുന്നത് ഇതുപോലെയുള്ള ബർത്ത്ഡേസൊക്കെ വരുമ്പോഴാണ് കേട്ടോ. മോളെ ബർത്ത്ഡേസിനൊക്കെയാണ് ഞാൻ പൊതുവേ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യൽ. ഇപ്രാവശ്യം എന്തായാലും ഈ ഒരു കേക്കിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, അതാകുമ്പം പേടിക്കൊന്നും വേണ്ടല്ലോ, എന്തെങ്കിലും ഫ്ലോപ്പായി പോകുന്നുള്ള ബേജാറൊന്നും വേണ്ട. അപ്പോൾ ഇതാ 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നിലാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ഇത് പേസ്ട്രീസൊക്കെ ചെയ്യില്ലേ, അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാണ്ട് ഒരു ചെറിയ ടോൾ കേക്ക് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സെയിം മെഷർമെൻറ്റിൽ തന്നെ 6 ഇഞ്ചിൻ്റെ ടിന്നില്ലേ, അതിലാണ് കേട്ടോ അത് ചെയ്ത്. ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ബേക്കാക്കിന്. ഇനിയിപ്പോൾ ചൂടൊക്കെ ആറി പിറ്റേ ദിവസം ബർത്ത്ഡേൻ്റെ അന്നാണ് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യുന്നത്. തലേ ദിവസം തന്നെ കേക്കൊക്കെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്ക്വയർ കേക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്, അപ്പോൾ 2 ലെയറായിട്ട് മാത്രമാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം മുകളിലുള്ള ഭാഗങ്ങളൊക്കെ കുറച്ചൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കട്ടാക്കിയിട്ട്. അപ്പം അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് ഇത് 2 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യൽ ഒറ്റ കേക്ക് അത് ഭയങ്കര ടോളായിട്ട് ചെയ്യും. അപ്പം വലിയൊരു ടിന്നിലൊക്കെ ചെയ്യുമ്പോൾ കേക്ക് കാണാനും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കുറച്ച് എളുപ്പമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പേസ്ട്രീസും പിന്നെ ഒരു കേക്കും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബേസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ചൊന്ന് ക്രീമൊക്കെ സ്പ്രെഡ് ആയി കൊടുത്ത് നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ഷുഗർ സിറപ്പ് കൊണ്ടും വെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷില്ലേ, അതും കൂടി കുറച്ചാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഷുഗർ സിറപ്പ് എല്ലായിടത്തും ആയി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല റിച്ച് ഫ്ലേവർ ആയിരിക്കും നമ്മൾ കേക്ക് കഴിക്കുന്ന ടൈമിൽ. ഇനിയിപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമില്ലേ, അതൊന്ന് ബീറ്റാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കില്ലേ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. ഞാനെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്, അതാകുമ്പം കുഴപ്പമില്ല, നമ്മുടെ കുറേ ചോക്ലേറ്റ് ക്രീമൊന്നും ബാലൻസ് വരില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതൊന്ന് ലെവലാക്കി കൊടുത്തിട്ടില്ലേ, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഗനാഷില്ലേ, അത് നല്ല പോലെ കൊടുക്കുന്നുണ്ട്, നല്ല റിച്ചായിട്ട് തന്നെ നല്ല പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം, ഞാനിപ്പോൾ നട്ട്സൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ മറ്റേ ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ ഒന്നും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. ഞാനില്ലേ ആദ്യം വിചാരിച്ചത് ബ്ലൂ കളർ തീമിൽ തന്നെ കേക്കും ചെയ്തെടുക്കാന്നേനു. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ വിചാരിച്ചത് ബ്ലൂ കളർ വീട്ടിലുണ്ട്, അത് യൂസ് ആക്കാന്നേനു. അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. കേക്ക് ചെയ്ത് ലാസ്റ്റ് കളർ എടുക്കുമ്പോഴാണ് മനസ്സിലായി കളറിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് അവിടെ ഒഴിവാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ആഷ് കളറില്ലേ, നമ്മൾ ലൈറ്റ് ഗ്രേ കളർ വെച്ചിട്ടാണ് കേക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ച കാര്യം അവിടെ ഒന്ന് ഫ്ലോപ്പായി പോയിട്ടാ.
അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊതുവേ എനിക്ക് സ്ക്വയർ കേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതവിടെ മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ടോൾ കേക്കില്ലേ അതും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. സെയിം ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു കേക്കിലും എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൂ കളർ കൊടുത്ത് പിന്നെ അതിലേക്ക് JCB ഒക്കെ വെച്ചിട്ട് ചെയ്യാമെന്നു. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന JCB ഇല്ലേ ഒരുപാട് വലുതായി പോയി. അപ്പോൾ അതും വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കേക്ക് ബേസ് ഇല്ലേ അതിൽ കുറച്ച് വെള്ളം എൻ്റെ കയ്യിൽ നിന്നായിപ്പോയി. അപ്പോൾ അതും എന്തോ പോലെ ആയിപ്പോയി. വേറെ ബേസും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈം വാങ്ങാൻ പോകാനും കയ്യിലല്ലോ. അപ്പോൾ അത് ക്രീം കോട്ട് ചെയ്ത് മാറ്റി വെച്ച് പിന്നെ നമ്മുടെ സ്ക്വയർ കേക്ക് ഇതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി അതവിടെ ഒന്നുകൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ടോൾ കേക്കും കൂടി ഹാഷ് കളറിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ടോൾ കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് നോസിൽ വെച്ചിട്ട് ഒരു കുഞ്ഞു ഫ്ലവർ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ചോക്ലേറ്റ് ക്രീമില്ലേ അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. ഇനിയിപ്പം നമ്മുടെ കേക്കൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടില്ല. നമ്മുടെ ബർത്ത്ഡേ ബോയിനൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഓനിക്ക് ബ്ലൂ കളർ ഡ്രസ്സ് ചെയ്യുന്നൂട്ടോ എടുത്തേ. അതേപോലെ തന്നെ മോൾക്കും എടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ ഓനെ റെഡിയാക്കി എടുത്ത് പിന്നെ അതാ ഈ ഒരു ഡെക്കറേഷൻ ഇല്ലേ അത് ഫുള്ളായിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിന്. പക്ഷെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ടൈമിലൊക്കെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഈ ഫുൾ ഡെക്കറേഷൻ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. ഞാനിത് നമ്മുടെ ഫ്ലിപ്കാർട്ടില്ലേ അതിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാണ് കേട്ടോ ഓനക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ. ഓനക്ക് കുതിരയില്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. ആളതിൻ്റെ മുകളിൽ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴേക്കന്നെ ഓൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് എണീറ്റുണ്ടായത് ഒരു 11:30 ആയപ്പോഴാണ് ഓൻ എണീറ്റുണ്ടായേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായേ. അപ്പോൾ നമ്മൾ മന്തിയും ബട്ടൂരും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 11 മണിയാകുമ്പോഴേക്കും ഓൻ എണീച്ചിട്ടുണ്ട്. പിന്നെ ഓൻ്റെ ടോയൊക്കെ വെച്ച് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഡ്രസ്സും ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതാണ് കേട്ടോ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇതുപോലെയുള്ള റെസിപ്പീസായിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ കുറച്ച് ക്ലിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.